കാശുണ്ടോ നമ്മൾ എങ്ങനെ വേണമെങ്കിലും ആക്കാൻ പറ്റും. അൺഈവൻ ആയിട്ടുള്ള സ്കിന്നിനെ ഫുൾ ഈവൺ ആക്കും. അതാണ് നമ്മള് നോ മേക്കപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാ. അയ്യോ, ഒരു പേഴ്സണൽ ഒരു ബാഗ് ഉണ്ടാവുമല്ലോ എങ്ങനെയാണെങ്കിലും, അതില് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്തായിരിക്കും? കോസ്റ്റ്ലി ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു ഒക്കെ അധികം പുറത്തുനിന്നും അങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മുടെ കയ്യിൽ കൂടുതലുള്ള. ഏകദേശം എല്ലാം അത്യാവശ്യം റേറ്റ് വരുന്നതാ. നമ്മൾ കൂടുതലും അങ്ങനെ ഭയങ്കര ഞാൻ അധികം നോ മേക്കപ്പ് അല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ പ്രൊഡക്റ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ്. നമ്മള് ഈ ന്യൂഡ് മേക്കപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ നോ മേക്കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്? അതിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമോ? നോ മേക്കപ്പ് ലുക്ക്, ന്യൂഡ് മേക്കപ്പ് ലുക്ക് എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളില്ലേ സ്കിന്നിൽ ഓവർ മേക്കപ്പ് ഫീലൊന്നും വരാണ്ട് നമ്മുടെ സ്കിൻ എങ്ങനെയാണോ ഇരിക്കുന്നത്, നമ്മളൊരു ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള സ്കിന്നുകളൊക്കെ ഉണ്ടാവില്ലേ, പാടുകളൊക്കെ പോയി നല്ല ക്ലിയർ ആയിട്ട് ഡിസ്കളറേഷൻ ഒന്നും ഇല്ലാണ്ടൊക്കെ ക്ലീൻ ആയിട്ട് അങ്ങനെയാ മേക്കപ്പ് ചെയ്യേണ്ടത്. അതാകുമ്പോ ഒരു നോ മേക്കപ്പ് ലുക്ക്. നമ്മൾ ഒരുപാടൊന്നും ചെയ്യില്ല. നമ്മള് ഈവൻ ഫൗണ്ടേഷൻ ആയാലും നമ്മുടെ ടോൺ കറക്റ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ, നമുക്ക് പല ഏരിയസിലും ഡിഫറെന്റ് ആയിരിക്കും കളർ ടോൺ വരിക. നമ്മുടെ അണ്ടർ ഐന്റെ കളർ എല്ലാം നമുക്ക് ഇവിടെ വരിക. അതെല്ലാം അൺഈവൻ ആയിട്ടുള്ള സ്കിന്നിനെ ഫുൾ ഈവൺ ആക്കും. അതാണ് നമ്മൾ നോ മേക്കപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് നമ്മളെക്കാട്ടും ഒരുപാട് വെളുപ്പിച്ച് ഒരുപാട് ഓവർ മേക്കപ്പ് ഫീൽ വരാണ്ട് നമ്മുടെ സ്കിൻ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ ചെയ്യുന്നതാണ് നോ മേക്കപ്പ്. ഈ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്, ഈ ഒരുപാട് സെലിബ്രിറ്റീസിന്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ ഒരു സ്കിന്നിലൊന്നും, നമ്മളൊക്കെ ഇപ്പോൾ ഒരു 30 വയസ്സ് കഴിയുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിൽ ചെറിയ ചുളിവുകൾ വരുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഒന്നും ഇങ്ങനത്തെ ഒന്നും കാണുന്നില്ല. പിന്നെ നമ്മളെ കഴിഞ്ഞ ഏജിലുള്ളവരായിരിക്കാം, പക്ഷെ അവരുടെ ഒന്നും സ്കിന്നിൽ ചെറുപ്പത്തിലുള്ള പോലെ തന്നെ സ്കിന്നിരിക്കുന്നത്. അത് ഈ ന്യൂഡ് മേക്കപ്പിന്റെ ആണോ, അല്ലെങ്കിൽ അവർ സ്കിന്ന് അതുപോലെ ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് വരുന്ന ആ സ്കിൻ അങ്ങനെയാവുന്നതാണ്. നമ്മൾ ചിലപ്പോൾ സ്കിന്ന് ശ്രദ്ധിക്കാത്തത് കൊണ്ടാവാം. അപ്പോൾ അതങ്ങനെ വരുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ പിന്നെ ഈ മേക്കപ്പ് ചെയ്തിട്ട് അങ്ങനെ? അല്ല, മേക്കപ്പ് ചെയ്യുന്ന അവർക്കൊരു കോൺഫിഡൻസ് ആണ്. അത് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കണക്ക് കുറെയൊക്കെ അതിൽ കവർ ആവും. പിന്നെ അത് മാത്രല്ല, ചില സെലിബ്രിറ്റീസ് ഒക്കെ ഇപ്പം ഇഷ്ടംപോലെ ട്രീറ്റ്മെന്റുകൾ ഉണ്ടല്ലോ, ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതല്ലാണ്ട് ഇപ്പൊ നമുക്ക് തന്നെ നോർമലി ചെയ്യാൻ പറ്റാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ നല്ല കുറെ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ ഇപ്പം പണ്ടേത്തത് പോലെയല്ല. പണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ സെലിബ്രിറ്റീസ് ഒക്കെ എവിടുന്ന എങ്ങനെ എന്തൊക്കെയാ ചെയ്യുന്നത്. ഇപ്പൊ എല്ലാരും സാധാരണക്കാരായാലും പോലും ഇപ്പം കുറെ ക്ലിനിക്കുകൾ ഉണ്ടല്ലോ. നമുക്ക് കൊച്ചി തന്നെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നുന്നു. പാർലർ പോലെ തന്നെ അത്രക്ക് ക്ലിനിക്കുകൾ ഉണ്ട്. ഇപ്പൊ ചില പാർലറുകളില് സ്കിൻ ഡെർമറ്റോളജിസ്റ്റ്, കോസ്മെറ്റോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്ന പാർലറുകളും ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഇതിനെ പറ്റിട്ടൊക്കെ ഇപ്പം ബോട്ടോക്സിനായാലും ഗ്ലൂട്ടോതയോൺ ആയാലും അങ്ങനത്തെ എല്ലാം. ഈ ഗ്ലൂട്ടോതയോൺ ഒക്കെ എടുക്കുന്നത് എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടാവുമോ? നമ്മൾക്ക് ചിലപ്പോ കേൾക്കുന്നത് ക്യാൻസറസ് ആകും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്കൊക്കെ പേടിയുണ്ടാവും അത് എടുക്കാന്. അതെങ്ങനെ അങ്ങനെ സൈഡ് എഫക്റ്റ് ഉള്ള സാധനമായിരിക്കും? സൈഡ് എഫക്റ്റ് ഇല്ലാത്ത എന്തിനാ നമ്മൾ വാങ്ങിക്കുന്ന ഒരു ഫ്രൂട്ട്സ് പോലും ഇല്ലേ, എല്ലാത്തിലും സൈഡ് എഫക്റ്റ് ഉണ്ട്. എന്തൊരു കാര്യം ചെയ്താലും അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. അപ്പം പിന്നെ അതേപോലെ തന്നെ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നമുക്കൊരു ഗുഡ് വരുമ്പോ അതിന്റെ പുറകെ എന്തെങ്കിലും ബാഡ് വരും എന്തായാലും. പിന്നെ ഈ സ്കിൻ കെയർ പ്രൊഡക്ട്സ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ നാച്ചുറൽ ഹോം റെമഡീസ് ഉണ്ടാവുമല്ലോ, ഒരുപാട് ഹോം റെമഡീസ് ചെയ്ത് നമ്മളിപ്പോ സ്കിന്ന് പിന്നെ ടാൻ പോവാനാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ, അപ്പോൾ അതാണോ നല്ലത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് കുറെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണല്ലോ, അങ്ങനത്തെ ആണോ ശരിക്കും എഫക്റ്റ് കൂടുതൽ ഉണ്ടാവുക? പെട്ടെന്നൊരു എഫക്റ്റ് കിട്ടണമെങ്കിൽ കെമിക്കൽ പ്രൊഡക്റ്റുകളായിരിക്കും കുറച്ചും കൂടെ പെട്ടെന്ന് അത് എഫക്റ്റ് ചെയ്യാം. നാച്ചുറൽ സാധനമാണെങ്കിൽ നമുക്ക് ക്ഷമ ഉണ്ടെങ്കിൽ അങ്ങനെ 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 പോവുള്ളൂ. പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ റിട്ടേൺ വരില്ല ആ പ്രശ്നം. മറ്റേത് കെമിക്കൽ ആകുമ്പോ ആ യൂസ് ചെയ്യുന്ന സമയത്ത് അത് പോവും, പിന്നെ തിരിച്ചു വരും, സ്വാഭാവികം. പിന്നെ ഇപ്പോ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് ഇനിയിപ്പോ ഒരാളെ എനിക്ക്
മേക്കപ്പ് ചെയ്യണം, അതെന്റെ ഡ്രീം ആണെന്ന് കണ്ട് അതാരാ? ഈ ചോദ്യം എനിക്ക് തോന്നുന്നു ഇനി അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. ഞാനേത് ഉറങ്ങുന്ന ഉറക്കത്ത് ഇങ്ങനെ കണ്ടു പറഞ്ഞിട്ട് ഇങ്ങോട്ട് ആരെ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഒരാളാ വിദ്യാബാലൻ. ആ വിദ്യാബാലൻ, ശോഭന. വിദ്യാബാലൻ എനിക്ക് ഭയങ്കര ഇഷ്ടവരെ. എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാ. അയ്യോ, അതെന്തുകൊണ്ടാണ് വിദ്യാബാലനോട് ഇത്ര ഒരു മേക്കപ്പ് ചെയ്യണം എന്ന് ഇത്രമാത്രം തോന്നല് വന്നതിന്റെ കാരണം? അല്ല, എനിക്ക് ഒന്നാമത്തെ മെയിൻ ഇഷ്ടം എന്ന് പറയുന്നത് അവരെ കാണാൻ ഭയങ്കര സുന്ദരിയല്ലേ അവര്, അതൊന്ന്. പിന്നെ എനിക്ക് തോന്നുന്നു അവരെ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവരുടെ ഇന്റർവ്യൂ മുതല് എല്ലാം ഞാൻ കാണും. ലൈഫിന്റെ ആ സ്റ്റോറി ഒക്കെ ഭയങ്കര ഇൻസ്പയർ ആണ് നമുക്ക്. എനിക്ക് തോന്നുന്നു അവർ കുറെ സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്. അപ്പം തന്നെ നമുക്കൊരു ആരാധന, നമുക്ക് ഇത്ര ഇഷ്ടമുള്ള ആൾക്കാരോട് കൂടുതൽ ഇഷ്ടാവില്ല അന്നപ്പം. അത് മാത്രം. പിന്നെ സിനിമ, ആർട്ടിസ്റ്റ് വൈസ് അവർ എന്തൊരു ആർട്ടിസ്റ്റ്. അവര് കഹാനി, ഡേറ്റി പിക്ചർ, എന്തിന് പരിണിത മുതൽച്ചുള്ള കുറെ സിനിമ, അമ്പഞ്ച്, ആ ടെലിവിഷൻ ആ ഷോ മുതൽച്ച് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് അവരെ പറ്റി പറയുമ്പോൾ ഞാനിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ തെളിഞ്ഞായിരുന്നു. പിന്നെ നമ്മള് ഒരാൾക്കാർക്ക് ചിലപ്പോ അറിയില്ല, ഭംഗിയായിട്ട് നടക്കാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അവർക്ക് അവരുടെ ഫേസിന്റെ ഷേപ്പ് അറിയുണ്ടാവില്ല, അവരുടെ ബോഡി. ഇപ്പൊ ചില ഡ്രസ്സുകൾ സ്യൂട്ട് ആവുന്ന ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മനസ്സിലാകുന്ന എങ്ങനെ അവർക്ക് അവരുടെ ഫേസും അവരുടെ ബോഡി സ്ട്രക്ചറും ഒക്കെ മനസ്സിലാക്കാൻ എളുപ്പ വഴി എന്തെങ്കിലും ഉണ്ടോ? അത് ഒന്നാമത്തെ എന്താന്ന് പറയാ, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലുള്ള മെയിൻ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻസ് ഉള്ളതിനെക്കാട്ടിലും ഒന്നും കൂടി ഹൈ ആവും. അതിന് കുറേ സ്റ്റൈലിസ്റ്റുകൾ ഉണ്ട് ഇപ്പം. കുറെ ആൾക്കാര് അങ്ങനെ ചെയ്യുന്നുണ്ട്. പേഴ്സണലി ഇപ്പൊ സെലിബ്രിറ്റീസിനൊക്കെ ഉള്ളതുപോലെ സ്റ്റൈലിസ്റ്റിനെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണൽ സ്റ്റൈൽ ചെയ്യാനൊക്കെ ആൾക്കാരെ കിട്ടും. ചില ഡോക്ടേഴ്സ് അങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ ചിലപ്പം നമ്മൾ സ്റ്റൈലിങ് ചെയ്യുന്നതിനെ കൊണ്ടാണോന്ന് അറിയില്ല. ചിലപ്പോ സ്റ്റൈലിസ്റ്റ് ആണോ ചോദിച്ചിട്ട് നമ്മൾ വിളിച്ചിട്ട് ചോദിക്കും ഇങ്ങനെ ചെയ്തിട്ട്. അങ്ങനെ നമ്മള് ഈ പറഞ്ഞ കണക്ക് നല്ലൊരു എവിടെങ്കിലും ഹെയർ കട്ടും, ഹെയറിലാണ് നമുക്ക് ഭയങ്കരമായിട്ട് മേക്ക് ഓവർ കൊണ്ടുവരാൻ പറ്റുന്നത്. ഫേസിൽ നമ്മളൊന്നും ചെയ്യില്ല, ജസ്റ്റ് ഒരു ബ്ലഷും. എൻ്റെ ഒരു ഇതില് നല്ല കുറച്ച് ക്ലിയർ സ്കിന്നൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ബ്ലഷും കുറച്ച് ലിപ്സ്റ്റിക്കും, ജസ്റ്റ് ഒന്ന് കണ്ണൊക്കെ എഴുതി ഐബ്രോ ഫില്ല് ചെയ്ത് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ഫേസ് ഒക്കെ നല്ല രസമായിട്ടിരിക്കും, കുറച്ചും കൂടി ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കും. പിന്നെ ഹെയർ കട്ടിലാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഫേസിന് ഏതാണോ ഭംഗിയായിട്ട്. അതൊന്നും അറിയില്ലല്ലോ എല്ലാവർക്കും. ഇപ്പൊ ഫേസിന്റെ ഷേപ്പ് നമ്മൾ കണ്ണാടി കാണുന്ന നമുക്കൊരു രൂപം, ഫേസ് അത് ഇപ്പൊ മറ്റൊരാൾ പറഞ്ഞാലേ അറിയുള്ളൂ നിന്റെ ഫേസ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ റൗണ്ട് ഫേസ് ആണ്, ഓവലാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്കത് അത് മനസ്സിലാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാൻ ചോദിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ കണക്ക് നമ്മുടെ തന്നെ ഫേസിന്റെ ഷേപ്പുകൾ നമുക്ക് മനസ്സിലാക്കാവുന്നതിൽ ഗൂഗിളിന്റെ സഹായങ്ങളോ അല്ലെങ്കിലൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് അതിൽ തന്നെ കുറെ ഡിഫറെന്റ് ഫേസസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. പിന്നെ നല്ലൊരു പാർലറിൽ പോയിട്ടാണെങ്കിൽ അവര് ഹെയറിന്റെ കുറെ സ്റ്റൈലുകൾ നമുക്ക് കാണിച്ചു തരും, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ പറ്റും എന്നുള്ളത്. അത് കുറച്ചും കൂടി ഈസിയാ. ഒരു സ്റ്റൈലിസ്റ്റും കൂടെ നമുക്ക് ഉണ്ടെങ്കിൽ, ഒരു സ്റ്റൈലിസ്റ്റിനെ നമ്മൾ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ ഡ്രസ്സിന്റെ പാറ്റേൺ ആയാലും ശരി, നമ്മൾ എങ്ങനെ ഡ്രസ് ചെയ്യണം എന്നുള്ളതായാലും ശരി, ഈവൻ ചെരുപ്പ് മുതല് തല വരെയുള്ള കാര്യങ്ങള് അവര് നമ്മളെ മൊത്തത്തില് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഫുള്ളായിട്ട് അവര് ചേഞ്ച് ചെയ്ത് തരും. അപ്പം തന്നെ പിന്നെ ഇതിലൊക്കെ ഉള്ളതിനെക്കാട്ടിലും ഉപരി നമ്മൾ നന്നായിട്ട് ഇരിക്കാന്നുള്ളൊരു സാധനമുണ്ട്. അതൊക്കെയാണ് മെയിൻ ആയിട്ട്. അല്ലാണ്ട് ലുക്കിലൊക്കെ എന്തിരിക്കുന്നു. പിന്നെ ഈ ലിപ് ടാറ്റൂയിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലേ, അതൊരു പെർമനന്റ് സൊല്യൂഷൻ ആണെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇപ്പൊ എന്താണ് ഈ ലിപ്പ് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊണ്ടുവരുന്ന അതിന്റെ ഒരു ഇതെന്താ? അത് ഒന്നാമത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോ ആൾക്കാർക്ക് കുറച്ചും കൂടി ഈസിയായി ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇല്ല ലിപ്പ് ചെയ്യാൻ പറ്റും, ബോട്ടോക്സിന് എടുക്കാൻ പറ്റും, നമുക്ക് എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നുള്ള സ്മൈൽ കറക്ഷൻ ഒക്കെ ചെയ്യില്ലേ. അപ്പൊ കുറച്ചും കൂടി ഈസി ആയി ആൾക്കാർക്ക് ഇത് ഇവിടെ ചെയ്യാൻ പറ്റും. മറ്റേത് ഈ സെലിബ്രിറ്റി ന്യൂസിൽ വരുന്നതൊക്കെ സെലിബ്രിറ്റീസ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അത് മാത്രമേ നമ്മള് കേൾക്കുന്ന പണ്ടൊക്കെ പറയുന്നത്
വലിയ സിനിമാ നടികള് പുറത്തു പോയി അമേരിക്കയിൽ പോയി പ്ലാസ്റ്റിക് സർജറി, ആകെ കേൾക്കുന്ന ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്തു, എല്ലാത്തിനും പ്ലാസ്റ്റിക് സർജറി ചെയ്തു, മൂക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്തു, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ കേൾക്കുന്നുള്ളൂ. ഇപ്പൊ അതൊക്കെ മാറി എല്ലാ ട്രീറ്റ്മെന്റും എല്ലാവർക്കും ഫോണ് കയ്യിലുള്ളടത്തിൽ വിരലിന്റെ തുമ്പിലെത്തി തുടങ്ങി. നമുക്ക് കാശുണ്ടോ നമ്മൾ എങ്ങനെ വേണമെങ്കിലും ആക്കാൻ പറ്റും. പക്ഷെ അത് ഞാൻ പറയണത് എന്താണെന്നറിയോ, ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ട്രിവാൻഡ്രത്താന്ന് തോന്നുന്നു ഒരു കൊച്ചിന്റെ എന്തോ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിട്ട് വിരൽ മുറിച്ച്. അതെ, നമ്മൾ കാണുന്നതിന് പോയിട്ട് അങ്ങോട്ട് ഓടാണ്ട് എവിടെയാണോ നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്നത്, നല്ല ഡോക്ടേഴ്സ് ആണോ, അല്ലെങ്കിൽ ഈവൻ സെലിബ്രിറ്റീസ് പോയി അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ പോയിട്ടുണ്ട് അവിടെ, അത് കണ്ടിട്ട് ഞാനും പോട്ടെ എന്നുള്ളതല്ല. നമുക്കത് ഉറപ്പ് വേണം. ചിലപ്പോ ഇവരൊക്കെ കാശ് വാങ്ങിച്ചിട്ടോ അങ്ങനെയൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ചിലപ്പോ കൊളാബ് ചെയ്യുന്നുണ്ടാവും. അവര് ചിലപ്പോ ആ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ നമുക്ക് അറിയില്ല. നമ്മള് വീഡിയോ കാണുന്നു, നമ്മൾ അതിന്റെ പുറകെ പോകും. അതെ, ഇൻഫ്ലുവൻസേഴ്സ് എന്നല്ല, ഇനിയിപ്പോ ആരായാലും നമ്മളൊരു ആഡിന്റെ പുറത്ത് പോവാണ്ട് നമുക്ക് വ്യക്തമായിട്ട് ധാരണയിൽ നമ്മൾ അത് അന്വേഷിക്കണം. രജിസ്റ്റേർഡ് ആണോ, അതാണോ, ഡോക്ടേഴ്സ് ഒക്കെ നമ്മൾ കണ്ട് 5 കൊല്ലമൊക്കെ ആയിട്ട് ഫേക്ക് ആയിട്ട് നിൽക്കുന്ന ഡോക്ടേഴ്സ് ഒക്കെ ഉള്ള സ്ഥലം. അത് ഇത്രയും ഇതിനെ കുറിച്ചിട്ട് അറിയാവുന്ന സമയത്ത് പോലും. അപ്പം പിന്നെ നല്ല ട്രീറ്റ്മെന്റ് എടുക്കുക. ചേട്ടന്റെ ആഗ്രഹം പോലെ വിദ്യാബാലനെ പിന്നെ മേക്കപ്പ് ചെയ്യാൻ ഒരു അവസരം കിട്ടട്ടെ എന്ന് ഞങ്ങൾ മനസ്സറിഞ്ഞ് ആശംസിക്കുന്നു.